56 ഗ്രാം അല്ലേ? പ്രതി നേരത്തെ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത്. ഇയാൾ കണ്ടത് ഇവനെ തന്നെയാണോ? അതെ. എന്തിനാണോ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത്? ടീച്ചറെ, ഞാൻ ടീച്ചറാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ടീച്ചർ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച നന്ദുവാണ്. നീയോ? അല്ലേലും ചെറുപ്പം മുതലേ നിനക്ക് മോഷ്ടിച്ചല്ലേ ശീലം? ഇതിന് മാത്രം ഞങ്ങളെ ദ്രോഹിക്കാൻ ഞങ്ങൾ എന്റെ തെറ്റാണ് നിന്നോട് ചെയ്തത്? പറടാ, എന്തിനായിരുന്നടാ നീ എന്റെ മോനുണ്ട്? എന്തിനായിരുന്നടാ നീ എന്റെ മോനുണ്ട്? പറടാ, പറടാ. ഒരുത്തനെ കൊന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ? എന്തായിരുന്നു നന്ദുവിനെ പറ്റി പറയുമ്പോ? അണന്റെ വായും തേൻ ഒലിക്കല്ലായിരുന്ന? ഓസിന് പെങ്ങളെ കെട്ടിക്കാൻ നോക്കിയതാ, സംഭവം പൊളിഞ്ഞു. തോന്നിയാസം പറയരുത്. എന്റെ ഏറ്റുമാനൂരപ്പാ, ഇതൊന്നും കാണാതെ വിക്രമണ്ണ അങ്ങ് പോയല്ലോ. ആർക്കറിയാം ഈ വിക്രമനായാലും പങ്കില്ലെന്ന്. അല്ലടാ സൂര്യ. അയ്യോ, ഇനി ആരെങ്കിലും നന്ദുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ അവന്റെ നാവ് ഞാൻ പിടിച്ചെടുത്തളെ. നീയൊക്കെ കണ്ടോടാ അവൻ മോഷ്ടിക്കണത്? ഇല്ലല്ല, കുറെ സത്യവാന്മാർ വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് ചാവിടിച്ചിട്ട് പോടാ. അതിന് ഞാനെന്താ പറഞ്ഞു? നാട് നന്നാക്കുമ്പോഴത്തേക്ക് കോപ്പ്. ഹലോ, ഗായത്രി അല്ലേ? ഞാൻ രാധയാ, ലോറി ഓടിച്ചിരുന്ന വിക്രമന്റെ ഭാര്യ. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അന്ന് സംഭവിച്ചത് എന്താന്ന് വിക്രമണ്ണൻ എന്നോട് പറഞ്ഞിരുന്നു. അതെന്താന്ന് ഗായത്രി അറിയണം. അണ്ണാ, എന്തു പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? നോക്കി, ഓട്ടം പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ലോറിയുടെ മുകളിൽ നിന്നൊരു ബാഗ് കിട്ടി. അതില് ഗായത്രിയുടെ കല്യാണത്തിനുള്ള സ്വർണ്ണമായിരുന്നു. സ്വർണം തിരിച്ചു തരാൻ വന്നവനെ പോലീസും പിടിച്ചു. അതാണ് സത്യം. ഗായത്രി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളും പോലീസുകാരും ഒക്കെ അരിച്ചു പിറക്കി ആ വീട്ടിൽ നിന്ന് അവനെ എങ്ങനെ സ്വർണം എടുക്കാനാ? ഗായത്രിയെങ്കിലും ഒന്ന് വിശ്വസിക്ക്. എൻ്റെ ചേട്ടായി ഒരിക്കലും ചേച്ചി വേദനിപ്പിക്കില്ല. ചേച്ചിക്ക് ഇത് ഓർമ്മയുണ്ടോ? ഇത്രയും നാളും അവനീ പേന കൊണ്ടടന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. അവിടെ ഇവിടെ ഇച്ചിരി മഷി തരുമോ?
പിന്നെ തന്നാ മതി. അളിയ മണവാള ഞങ്ങളെ തമ്മിൽ നല്ല മാച്ചാണല്ലേ അളിയ? പിന്നല്ലളിയ ക്രിക്കറ്റ് കളി പോലും കാണണടാ ഇത്രയും നല്ലൊരു മാച്ച്. വന്നെങ്കിൽ പോലീസുകാരോട് പറഞ്ഞത് എനിക്ക് തന്നോടും പറയാനുള്ളൂ. ഞാനതെടുത്തിട്ടില്ല. ആ ബാഗ് തനിക്കെങ്ങനെ കിട്ടിയെന്ന് രാധേച്ചനോട് പറഞ്ഞു. അറിയാതെയാണെങ്കിലും ഞാൻ കാരണം തൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അറിഞ്ഞുകൊണ്ടും ഞാൻ കാരണം തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാ. അതിലും വലുതായിട്ടൊന്നുമില്ലല്ലോ. ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്നത്തെ സ്കൂളിലെ പേന നഷ്ടം നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. ഇതൊക്കെ ആരാ ചെയ്തെന്ന് അറിയുന്നവരെ ഞാനതിൻ്റെ പിന്നാലെ. ജാമ്യം എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഗായത്രിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. അല്ല അല്ല നന്ദു ടെൻഷനൊന്നും വേണ്ട. നന്ദുവിൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള യാത്രയിൽ ഞങ്ങളുണ്ടാവും. അല്ല അതെ, ആ കയറിക്കോളും കയറിക്കോളും. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മാത്രം പോരല്ലോ. ഗായത്രിയുടെ അച്ഛനെ കൊന്നതാരാ? ഈ ബാഗിൽ നിന്ന് സ്വർണ്ണം ഇവിടെ പോയി? ഇതൊക്കെ ചെയ്തതാരാ? ഇതിനൊക്കെയുള്ള ഒത്തിരി അറിയണ്ടേ? അതിനല്ലോടോ ഞാൻ വന്നിരിക്കുന്നത്. അല്ല ഗായത്രി, കൂൾ. വാ പോവാം. ഗായത്രി വാ പോവാം. സാർ ബില്ല്. മോഹന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ മർഡർ നടക്കുന്നതിന്റെ ഏകദേശ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ലോറി CCTV കടന്നുപോയിട്ടുണ്ട്. സംഭവം നടന്ന വീടിന്റെ മുന്നിലൂടെ ഒരു 1.5 കിലോമീറ്റർ റോഡ് ഇങ്ങനെ കിടക്കുക. ആ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന വേറെ ബൈ റോഡുകളും ഇല്ല. ഈ ടൈമിൽ റൈറ്റ് സൈഡിലൂടെ വന്നിട്ടുള്ള 3 വാഹനങ്ങളിൽ 2 വാഹനങ്ങൾ മാത്രമാണ് ലെഫ്റ്റ് സൈഡിലെ ക്യാമറയിലൂടെ കടന്നുപോയിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന ബൈക്ക് റൈറ്റ് സൈഡിലുള്ള ക്യാമറയിലൂടെയും റൈറ്റ് സൈഡിൽ നിന്ന് വന്ന മിനി ലോറി ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറയിലൂടെയും കടന്നുപോയിട്ടില്ല. അപ്പം ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഓരോ വാഹനങ്ങൾ വെച്ച് മിസ്സിംഗ് ആണ്. സർ, എന്തായി? സർ സംശയിച്ച പോലെ അന്ന് രാത്രി അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു സർ. മിഥുൻ്റെ വീടല്ലേ?
അതെ. ആരാ? എവിടെന്നാ? ഞാൻ പോലീസാ. ഓ മിഥുൻ്റെ ആക്സിഡന്റിനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നോ? സാറേ, അകത്തേക്ക് വന്നാട്ടെ. ഓ